അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴിൽ ഇതിനു മുന്നേ ഒരുപാട് വന്നിട്ടുള്ള ജോണറാണ് ഹൊറർ കോമഡി. അതിന്റെ കൂട്ടത്തിലേക്കുള്ള പുതിയ അഡീഷനാണ് സെൽവിൻ ഡാസ് സേവിയർ ഡയറക്ട് ചെയ്ത് സതീഷ് പ്രധാന കഥാപാത്രം ചെയ്യുന്ന കോൺജറിങ് കണ്ണപ്പൻ. തന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്ന ഗെയിം ഡെവലപ്പറായ കണ്ണപ്പന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു ഡ്രീം ക്യാച്ചറും അതുമൂലം ഉറങ്ങുമ്പോൾ ഡ്രീമിൽ തന്റെ ഫാമിലി അടക്കം എല്ലാവരും അകപ്പെടുന്നതും അതിനു പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം തന്റെ കുടുംബത്തെ എങ്ങനെയാ പ്രതിസന്ധിയിൽ നിന്ന് കണ്ണപ്പൻ രക്ഷിക്കുന്നു എന്നതാണ് സിനിമയുടെ മെയിൻ ത്രെഡായി വരുന്നത്. പേപ്പറിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയ കോൺസെപ്റ്റ് ആണെങ്കിലും സ്ക്രീനിലേക്ക് എത്തിയപ്പോൾ അതൊരു പാതിവന്ത അറ്റംപ്റ്റ് ആയി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള സീൻസും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത ക്യാരക്ടേഴ്സും എന്നാൽ ഒട്ടും ചിരി വരാത്ത തമാശകളുമായി തീരെ എൻഗേജിംഗ് അല്ലാത്ത രീതിയിലായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ എന്നിലെ പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു റെഡിൻ കിങ്സ്ലി, ആനന്ദരാജ്, VTV ഗണേഷ്, നമോ നാരായൺ എന്നിവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു നാസർ, ശരണ്യ, സതീഷ്, റജിന കസാൻഡ്ര എന്നിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. VFX, സിനിമാറ്റോഗ്രാഫി എന്നിവ നല്ലതായി തന്നെ അനുഭവപ്പെട്ടെങ്കിൽ പോലും സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടെങ്കിൽ പോലും അതുവരെ പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കാത്ത ഒരു ഡയറക്ടർ എന്ന രീതിയിൽ സെൽവിൻ ഡാസ് സേവിയർ പരാജയപ്പെട്ടു എന്ന് വേണം പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്ന തമിഴിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ള ടിപ്പിക്കൽ ഹൊറർ കോമഡി ജോണിൽ നിന്ന് പുതുതായി ഒന്നും സമ്മാനിക്കാത്ത ഒരു അനുഭവമാണ് കോൺജറിങ് കണ്ണപ്പൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.